നാഷണൽ ഹൈവേയുടെ വികസനത്തിന് കേന്ദ്ര ഗവൺമെൻറ് എത്ര രൂപ വേണേലും അനുവദിക്കാൻ തയ്യാറാണ്. പക്ഷേ നമുക്ക് സ്ഥലമെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രശ്നങ്ങളാണ് ഇതായിട്ടുള്ളത്. സാർ, അതുകൊണ്ട് എല്ലാവരും ഈ നാഷണൽ ഹൈവേയുടെ വികസനത്തിന് പരമാവധി സ്ഥലമെടുപ്പിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നതിന് നമുക്ക് കൂട്ടായിട്ട് പ്രവർത്തിക്കണം. സ്ഥലമെടുക്കുന്നവരുടെ താല്പര്യം, സ്ഥല ഉടമകളുടെ താല്പര്യം അത് നമുക്ക് പൂർണ്ണമായും സംരക്ഷിക്കാം. അവർക്ക് ന്യായമായ വില, അത് വില കിട്ടിയതിന് ശേഷം മാത്രം അവർ സ്ഥലം വിട്ടുകൊടുത്താൽ മതി. അവർക്ക് മറ്റെന്തൊക്കെ ബെനിഫിറ്റ് കൊടുക്കാവോ അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു പാക്കേജ് തന്നെ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് റോഡിൻ്റെ, ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന റോഡിൻ്റെ വികസനം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. രണ്ട് പ്രശ്നങ്ങളാണ് റോഡ് വികസനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നേരിടുന്നത്. ഒന്ന്, സ്ഥലം എടുക്കാനുള്ള ബുദ്ധിമുട്ട്. രണ്ട്, സാമ്പത്തിക പരിമിതി. അതിൽ നാഷണൽ ഹൈവേയുടെ വികസനത്തിന് സാമ്പത്തിക പരിമിതി ഇല്ല. അതിന് നാഷണൽ ഹൈവേ ഓഫ് ഇന്ത്യ, അതിന് അതോറിറ്റി അതിന് പൈസ തരുന്നുണ്ട്. പക്ഷേ മറ്റ് റോഡുകളുടെ സ്ഥിതിയെക്കുറിച്ച് ഇവിടെ പറഞ്ഞത് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് നമുക്കുണ്ട്. നമ്മുടെ ഈ പ്രാവശ്യത്തെ മൺസൂൺ ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടാക്കിയത് റോഡുകളുടെ നാശനഷ്ടമാണ്. അതിനുവേണ്ടി 1000 കോടി രൂപയുടെ സഹായമാണ് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവർ ഇതിൻ്റെ നോംസിനുള്ളിൽ വരുമോ എന്ന സംശയം പ്രകടിപ്പിച്ചു. ഞങ്ങൾ പറഞ്ഞു നോംസിനുള്ളിൽ വരും, അത് തരണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്ന. ആ ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തും. സാറ്, ഇവിടെ MLA-മാർ നിരന്തരമായി ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യമാണ് ഈ വില്ലേജ് റോഡ്സ് ആക്കിയത് തിരിച്ച് PWD എടുക്കണം എന്നുള്ളത്. നമ്മുടെ കഴിവുണ്ടായിട്ടല്ല, എന്നാലും MLA-മാരുടെ ആവശ്യം, നാട്ടിലെ ജനങ്ങളുടെ ആവശ്യം എന്ന് കണ്ടുകൊണ്ടാണ് ഒരു സാഹസികമായ തീരുമാനമാണ് എടുത്തത്. ഏതാണ്ട് 8000 കിലോമീറ്റർ വില്ലേജ് റോഡ് PWD എടുത്തു. അവിടെ ഉദുമ മെമ്പർ ശ്രീ കുഞ്ഞിരാമൻ അതിൽ പ്രതിഷേധം പറഞ്ഞു. ഏതെങ്കിലും MLA-ക്ക് ഏതെങ്കിലും വില്ലേജ് റോഡ് PWD എടുത്തതിന് എതിർപ്പുണ്ടെങ്കിൽ അവരെഴുതി തന്നാൽ അത് തിരിച്ചു കൊടുക്കാൻ തയ്യാറാണ്.